ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കർലി ഹെയർ എങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ ആക്കാൻ പറ്റുമെന്നാണ്. ഹേ ഗൈസ്, ഇറ്റ്സ് മീ ഹെയറി ബോയ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഒരു 90% ആളുകൾക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് അവരുടെ ഈ ചുരുണ്ട മുടിയൊക്കെ മാറിയിട്ട് നല്ലൊരു സ്ട്രെയിറ്റ് ഹെയർ വേണമെന്നുള്ളത്. പക്ഷെ പലപ്പോഴും പലരുടെയും കാര്യത്തിൽ അത് നടക്കാതെ പോകാറുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആളുകളുടെ മുടിക്കും ഓരോ ടെക്സ്ചറാണ്. ഇപ്പോൾ ഒരാൾ മുടി വളർത്തി തുടങ്ങുമ്പോൾ മറ്റൊരു വ്യക്തി ഇൻസ്പയർ ആയിട്ടായിരിക്കും സ്വാഭാവികമായിട്ട് വളർത്തുന്നത്. പക്ഷേ വളർന്ന് വരുമ്പോൾ അല്ലെങ്കിൽ വളർന്ന് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അയാൾക്കുള്ളതുപോലെ അല്ല നമുക്കുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നൊരു ബേസിക് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആളുകളുടെ മുടിക്കും ഓരോ ടെക്സ്ചറാണ്, ഓരോ നേച്ചറാണ്. ഇപ്പോൾ എനിക്കുള്ളതുപോലെ ആയിരിക്കത്തില്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും. ഇപ്പം നിങ്ങൾക്കുള്ളതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഓരോ ആളുകൾക്കും മുടിയുടെ കാര്യത്തിൽ ഓരോ ടെക്സ്ചറാണ്. കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഒരാളെ കമ്പയർ ചെയ്ത് മറ്റൊരാളെ നോക്കുമ്പം കമ്പാരിറ്റീവ്ലി എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് കാണാം. അതിപ്പോൾ ടെക്സ്ചറിൻ്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ മുടിയുടെ വേറെന്തെങ്കിലും കാര്യത്തിലാവാം. സ്വാഭാവികമായിട്ടൊരു വ്യത്യാസം അവിടെ ഉണ്ടാവും. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ജനറ്റിക്കൽ ഫാക്ടറാണെന്ന് നമുക്ക് പറയാം. സത്യം പറഞ്ഞാൽ ഓരോ ആളുകൾ ജനിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ടെക്സ്ചറും നേച്ചറും ഒക്കെ ഉണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് പിന്നെ കണ്ടിന്യൂ ആവുന്നത്. അത് നമുക്കൊരു പരിധി വരെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് കൊണ്ടുവരാം. പക്ഷെ എന്നാലും ഒരു 90% കേസുകളിലും അത് പറ്റാറില്ല. നമ്മുടെ കേർലി ഹെയർ മാറിയിട്ട് സ്ട്രെയിറ്റ് ഹെയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോടാണ്. നാച്ചുറലി ചെയ്യാൻ പറ്റും, പക്ഷേ അതൊരിക്കലും ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവും, റിസൾട്ട് ഓറിയന്റഡ് ആണ്, നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമല്ല. നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മുടെ ലൈഫ് ലോങ് നിലനിൽക്കുന്ന ഒരു സംഭവമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ വെണ്ടയ്ക്ക, അല്ലെങ്കിൽ ഈ പറയുന്ന കറ്റാർ വാഴ, അല്ലെങ്കിൽ ചെറിയ താളി, ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ എന്നാലും ഒരു 100% ഞാൻ പറയുന്നില്ല. നമുക്കൊരു പരിധി വരെ നമുക്ക് ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരാനൊക്കെ അത് സഹായിക്കും. കംപ്ലീറ്റ് ആയിട്ടൊക്കെ മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്കൊരു പരിധി വരെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ എന്തെങ്കിലുമോ കൊണ്ടുവരാം. പക്ഷെ അതൊരു പ്രോസസ്സാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റനിങ്, സ്മൂത്തിങ് ഇതിലേക്കൊക്കെ പോവേണ്ടി വരും. പക്ഷെ അതൊന്നും നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. നല്ലതല്ല, എന്നാലും ഞാനൊരിക്കലും അതൊന്ന് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സലൂൺ, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഹെയറിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ചിലപ്പം അവിടെ സത്യം പറഞ്ഞാൽ ഒരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റിയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച് പോകുന്നൊരു സംഭവം ഉണ്ടാവും. എൻ്റെ ഈ കേർലി ഹെയർ ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. പക്ഷെ അവസാനം ഔട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് പഴയതിനേക്കാൾ എന്നല്ല, ഭയങ്കര മോശമായിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇതിനേക്കാൾ പഴയത് മതി എന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നൊന്നും ഒരിക്കലും പറയരുത്. അതുകൊണ്ടാണ് ഇത് സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആഗ്രഹത്തിൽ മാത്രം പോയി ചെയ്യുക. ഇതിപ്പോൾ നാച്ചുറലി ആയാലും എങ്ങനെയായാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവില്ല. നമുക്കിപ്പോൾ തൽക്കാലം കുറച്ച് നാൾ പിടിച്ച് നിൽക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 6 മാസം വരെയൊക്കെ മാക്സിമം നിൽക്കുക. അത് കഴിയുമ്പോൾ പിന്നെയും പഴയ കണ്ടീഷനിലാവും. അതുപോലെ തന്നെയാണ് ഈ നാച്ചുറൽ റെമഡീസും. എന്തായി കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കർലി ഹെയർ ആണെന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. കാരണം നിങ്ങൾക്ക് കർലി ഹെയറിന്റെ ഡിമാൻഡ് അറിയാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഈ കർലി ഹെയറുള്ള ആളുകളെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതിപ്പം ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ എൻ്റെ മുടി, എനിക്ക് പേഴ്സണലി എനിക്ക് താല്പര്യം, എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് ഇഷ്ടം. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ഇപ്പോൾ കർലി ഹെയറുള്ള ആളുകൾ സ്ട്രെയിറ്റ് ഹെയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മാറുന്നില്ല. കർലി ഹെയർ വൃത്തികേടായിട്ട് അല്ലെങ്കിൽ മോശമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ അവരോടാണ് പറയുന്നത്, ഈ പേളി മാണി, അനുപമ, ഇവരെ കണ്ടിട്ടില്ലേ? അടിപൊളിയല്ലേ കാണാനായിട്ട്. അതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രെയിറ്റ് ഹെയറുള്ള ഒരുപാട് പേര് കർലി ഹെയർ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു പോസിറ്റീവ് സൈഡുണ്ട്.
ഇനി ഇപ്പൊ കർലി ഹെയർ പറ്റത്തില്ല, മാറ്റിയേ പറ്റുള്ളൂ, സ്ട്രെയിറ്റ് ഹെയർ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ആളുകളോടാണ് നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട. ഞാൻ ഉടൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ കർലി ഹെയർ എങ്ങനെ സ്ട്രെയിറ്റ് ഹെയർ ആക്കാവുന്നൊരു വീഡിയോ, നാച്ചുറലി എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ, ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കിയത് കർലി ഹെയറിന്റെയും സ്ട്രെയിറ്റ് ഹെയറിന്റെയും കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ കോമൺ ആയിട്ട് ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക, എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. ആ തുടക്കം എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. നമുക്ക് ബാക്കി എല്ലാം ഒരു പരിധി വരെ നമുക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഹെയറി ബോയ്, ബൈ.